വഖഫ് ബിൽ പാർലമെന്റിൽ പാസാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് നേതൃത്വം നൽകി. പരിപാടിയിൽ വെച്ച് ഇടുക്കി എം.പി. ഡീൻ കുര്യാക്കോസിന്റെ കോലവും കത്തിച്ചു. വഖഫ് ബിൽ പാർലമെന്റിൽ പാസാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ബിജെപി ജില്ലാ കാര്യാലയത്തിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ചെറുതോണി ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാരതീയനെ സംബന്ധിച്ച്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ച്, അത് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ സിഖെന്നോ ഇസായിയോ എന്നുള്ള ഒരു വ്യത്യാസവുമില്ലാതെ ഏറെ ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന്. കാരണം ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റ് വഖഫ് നിയമ ഭേദഗതി പാസാക്കി. കാരണം വഖഫ് ബോർഡിന് കൊടുത്തിരുന്ന അമിതമായിട്ടുള്ള അധികാരം ഇന്ത്യയുടെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിക്കും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും മേലെ ഒരു അധികാരം കൊടുത്തുകൊണ്ട് ഒരു കിരാതമായിട്ടുള്ള നിയമം നിലവിലുണ്ടായിരുന്നു. ആ നിയമത്തിന്റെ അറുതി വരുത്തിയത് ഇന്നലെയാണ്. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 78 വർഷം കഴിഞ്ഞതിന് ശേഷം സാക്ഷാൽ നരേന്ദ്രമോദി വരേണ്ടി വന്നു ആ നിയമത്തെ തിരിച്ചെഴുതാനായിട്ട്. അതുകൊണ്ട് ഈ ആഹ്ലാദത്തിന്റെ ദിവസത്തിൽ, ഈ ആഹ്ലാദം പങ്കിടുന്ന ഈ അവസരത്തിൽ ഇടുക്കിയിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച, ഇടുക്കിയിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച, ഇവിടെ ഒരു പറ്റം ആൾക്കാർക്ക് വേണ്ടി മാത്രം കൂട്ടുനിന്ന ഇടുക്കി എം.പിയുടെ തെറ്റായിട്ടുള്ള നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കോലം കത്തിച്ച് ഇവിടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ കോലം പ്രവർത്തകർ കത്തിച്ചു. ബിജെപി സംസ്ഥാന വക്താവ് കെ.വി.എസ്. ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സി. സന്തോഷ് കുമാർ, എ.വി. മുരളി, രതീഷ് വരകുമല, സുരേഷ് മീനത്തേരി, ലീന രാജു, സുജിത് ശശി തുടങ്ങിയവർ സംസാരിച്ചു.